മാലിന്യത്തെ പറ്റി പ്രസംഗിക്കുന്നു. നാണമുണ്ട് അവർക്ക്? ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടില്ലേ, റോട്ടിൽ പണ്ട് എല്ലാം പ്ലാസ്റ്റിക് കിട്ടി. ഇപ്പൊ ഒരു പണി തുടങ്ങിയിട്ടുണ്ട്. ഇവരതിലൊക്കെ മിടുക്കന്മാരാ. ഇവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് റോട്ടിൽ തന്നെ പ്ലാസ്റ്റിക് കെട്ടിവെച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മോശമായ പൂർത്തിയാക്കട്ടെ. ഇതൊക്കെ അജിംസിനോട് ആരാ പറഞ്ഞത്? പോയി കണക്കെടുത്തണ്ട. വെറുതെ ഇരിക്കുന്നു, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടല്ലേ. ഹരിത കർമ്മസേനയിലെ എല്ലാ പാർട്ടിയിലും പെട്ട ആളുകളുണ്ട്. അജിംസിനെ എല്ലാവരും ഞങ്ങളുടെ പാർട്ടി ചേർക്കണം. ചേർത്തോ? ഞാൻ പറയട്ടെ, വെറുതെ ഇരിക്കുക അജിംസെ, വെറുതെ അങ്ങനെയൊക്കെ അങ്ങ് കയറി ഇളക്കല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ. ഈ പറയുന്ന സാധനങ്ങൾ കെട്ടിവെക്കുന്നതിന് വേണ്ടി കേരളത്തിന് മുഴുവൻ മാതൃകയാകുന്ന വിധത്തിൽ നമ്മുടെ കണ്ടെയ്നേഴ്സ് കൊണ്ടുവന്ന് അതിൽ പെയിന്റ് അടിച്ച് ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ വരച്ചത് ഞങ്ങളല്ലേ. അജിംസ് ഇപ്പൊ പോയി നോക്ക്, രവിപുരത്ത് RRF പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ കാലത്ത് ഒരൊറ്റ RRF പ്ലാന്റ് പ്രവർത്തിച്ചിട്ടുണ്ടാ? ഒറ്റെണ്ണം. ഞങ്ങൾ രവിപുരത്തും മറൈൻ ഡ്രൈവിലും ഏറ്റവും അത്യാധുനികമായ എല്ലാ സജ്ജീകരണങ്ങളുമുള്ള എങ്ങനെയാണ് പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതെന്നും സംസ്കരിക്കുന്നതെന്നും വേർതിരിച്ച് സംസ്കരിക്കുന്നതെന്നും ക്ലിയർ അല്ലേ? ബ്രഹ്മപുരത്ത് ആ സംഭവത്തിന് ശേഷം 1 കിലോ മാലിന്യം പോലും കൊണ്ടുപോയി ഇടാത്ത ഒരു കോർപ്പറേഷൻ അല്ലേ. ഇവിടെ സോണ്ടയെ പറ്റി പറയുന്നു. അന്വേഷണം വിജിലൻസ് ആണ്. ഞാൻ രാജു പി നായരോട് പറയാം, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാത്തിനും CBI അന്വേഷണം പറയുന്ന ആൾക്കാരല്ലേ. ഞാൻ മേയർ എന്ന നിലയിൽ ധൈര്യമായിട്ട് പറയുക, നിങ്ങൾ വൈക്കം മിഷന്റെ മരുമാന്റെ കാര്യമല്ലേ പറയണേ, നിങ്ങൾ അന്വേഷിക്കുക, CBI കൊണ്ട് അന്വേഷിപ്പിക്കുക. ഞാൻ അന്ന് കൗൺസിലിൽ പറഞ്ഞു, രസകരമായ പല സംഭവങ്ങളും പുറത്തു വരും. കാരണം ഒരു മിനിറ്റ്, പൂർത്തിയായിട്ട് ഇടയ്ക്ക് ഇടപെടല്ലേ. അതായത് ആരാണ് ഈ വൈക്കം മിഷന്റെ മരുമകന്റെ കമ്പനിയിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അയാളുടെ മൊബൈൽ ഫോൺ പരിശോധിക്കട്ടെ, അയാളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കട്ടെ. അങ്ങനെയല്ലേ ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പ്രശ്നങ്ങളൊക്കെ പോണത്. നല്ല കൃത്യമായ പരിശോധന നടക്കട്ടെ. അപ്പൊ അജിംസെ, ഞങ്ങൾ അദ്ദേഹം വിജിലൻസ് പരിശോധിച്ചിട്ട് എന്തായി വൈക്കം മിഷന്റെ മരുമകന്റെ കാര്യമല്ലേ പറയണത്? അതല്ലേ ഞാൻ പറഞ്ഞത്, എന്നാ CBI പരിശോധിക്കട്ടെ എന്ന്. ഞാൻ വെറുതെ പറയൂല്ലോ. അല്ല, നിങ്ങൾക്ക് പുതിയ എന്തോ കാര്യം അറിയാന്നാ പറയുന്നത്. ആര് വിളിച്ചു എന്നറിയാം, അങ്ങനെയാണ് പരിശോധിക്കേണ്ടത്. ഞാനെന്താ പറഞ്ഞ വിജിലൻസ് അജിംസ് എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവണം? അജിംസിന് വല്ല ബുദ്ധിമുട്ടുണ്ട്? ഞാനെന്താ പറഞ്ഞ, ഇപ്പൊ വിജിലൻസ് ആണ് പരിശോധിക്കുന്നത്. അതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ CBI പരിശോധിക്ക്. എനിക്ക് യാതൊരു പ്രശ്നമില്ല. അതായത് നിങ്ങളുടെ ടെലിവിഷൻ ചാനലുകളൊക്കെ എന്റെ മുഖം നോക്കുന്നുണ്ടല്ലോ. സോണ്ടേ ഫോണിൽ വിളിച്ചാരെ കുറിച്ച് പറഞ്ഞു, അതുകൊണ്ടാണ് ചോദിച്ചത്. മേയറാണ് സംസാരിക്കുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. ഞാനതല്ലേ പറഞ്ഞത്. സോണ്ടേ ഫോണിൽ വിളിച്ച കാര്യമല്ല ഞാൻ പറഞ്ഞത്. സോണ്ടേ ആയിട്ട് ആരൊക്കെയാണ് ഫോണിൽ സംസാരിച്ചേക്കുന്നത്? അങ്ങനെയല്ലേ ഒരു അന്വേഷണം നീളുന്ന? അങ്ങനെയല്ലേ? അങ്ങനെ സംശയമുണ്ട് മേയർക്ക്. ആരൊക്കെയോ സംസാരിച്ചിട്ടുണ്ടെന്ന് സംശയമുണ്ട് മേയർ. സോണ്ടയും ആരൊക്കെയോ സംസാരിച്ചിട്ടുണ്ടെന്ന് സംശയം. എന്ത് ആരുടെയും സംശയം? ഇപ്പൊ ഇവര് പറഞ്ഞ സംശയം പറഞ്ഞപ്പോ ജിംസിന് ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കാം, വൈക്കം മിഷന്റെ അപ്പൊ ഞാൻ പറയുന്നത്, വിജിലൻസ് ഇപ്പൊ അന്വേഷണം നടത്തുന്നുണ്ട്. നാളെ അത് CBIയുടെ അന്വേഷണം വന്നാലും ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ അക്കാര്യത്തിൽ തെറ്റായ ഒരു കാര്യത്തിൽ ഇടപെട്ടില്ല. നിക്ക് പോലെ. ഈ സോണ്ടയ്ക്ക് മുമ്പ് നമ്മുടെ മഹാരാജാസ് കോളേജിൽ ഒരു 4-5 വിദ്യാർത്ഥികളെ വെച്ചിട്ട് BPCLന്റെ കാര്യം പറഞ്ഞില്ലേ, BPCL നിന്നും കാശ് വാങ്ങി CSR ആയ കുട്ടികൾക്ക് കൊടുത്തിട്ട് ഇവിടെ ഒരു വേസ്റ്റ് ടു എനർജി പ്ലാന്റ് ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തിയിരുന്നു. ആരായിരുന്നു അതിന്റെ പിന്നിൽ? അതും കൂടി അന്വേഷിക്കും. ഇപ്പൊ വിജിലൻസ് ഒക്കെ അന്വേഷിക്കണ്ടല്ലോ, അന്വേഷിക്കട്ടെ. ഇനി അടുത്ത കാര്യം, RRF പ്ലാന്റ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ CBG പ്ലാന്റ് ഹൈക്കോടതി ഇപ്പൊ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിനെ പറ്റി പറഞ്ഞില്ലേ? നമുക്കെല്ലാം അറിയുന്ന ആളല്ലേ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ. ഈ കഴിഞ്ഞ 3 മാസം മുമ്പ് അജിംസ് വായിച്ചില്ലേ പത്രവാർത്ത? ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കൊച്ചി നഗരസഭയെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിധിന്യായത്തിൽ, സാധാരണ വെറുതെ പാസിംഗ് റിമാർക്കേ പറയുള്ളൂ, വിധിന്യായത്തിൽ തന്നെ കൊച്ചി കോർപ്പറേഷൻ ഹസ് ഡൺ എ കമൻഡബിൾ ജോബ് എന്ന് പറഞ്ഞു. കേസ് അദ്ദേഹം ക്ലോസ് ചെയ്തു ഈ കഴിഞ്ഞ മാസം, ഓർമ്മയില്ലേ? ആ കേസ് തന്നെ ക്ലോസ് ചെയ്ത് കളഞ്ഞു. എന്താ അങ്ങനെ? ചെവിക്ക് പിടിച്ചത് ഞങ്ങൾ ചെവിക്ക് പിടിക്കുമ്പോ നന്നാവുന്നെങ്കിലും ചെയ്യും. മറ്റവര് ചെവിക്ക് പിടിച്ച ചെവി പറിച്ചുകൊണ്ട് പോയാൽ പോലും ഈ തട്ടിപ്പും തരികിടയും പറഞ്ഞ് എങ്ങനെ ആളുകളെ പറ്റിക്കാന്നുള്ളതാണ് ആലോചിക്കുന്നത്.